19 വയസ്സുകാരി ചോദിച്ചു, എന്തേ ആഗ്രഹം? അസുമാ, മരിക്കുമ്പോ എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, മരിക്കുന്ന സമയത്ത് നോമ്പുകാരനായിട്ട് മരിക്കണം, നാളെ അള്ളാന്റെ മുന്നിലിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം അസുമാ, ഇതെന്റെ ആഗ്രഹമാ, ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അസുമാ റളിയല്ലാഹു തആല അൻഹ അതാ അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു, എന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ പറഞ്ഞു, നബിയേ 96 വെട്ടുകൊണ്ട് കയ്യും കാലുമില്ലാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സമയം വായിലേക്ക് വെള്ളമൊടിച്ചു കൊടുക്കാൻ പോകുമ്പോ ജൗഫർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞാൻ നോമ്പുകാരനാ, ഇത് ദുആ ചെയ്തിട്ട് നേടിയെടുത്ത മരണവാ, അവിടുന്ന് നോമ്പുകാരനായിട്ടാണ് മരണപ്പെട്ടതെന്ന് പറയുമ്പോ റസൂലുള്ള പറഞ്ഞത്, അവിടുന്ന് പറഞ്ഞു, അതാ അസുമായിനോട് പറഞ്ഞതെന്തെന്നറിയുമോ? റഅയ്തു ജൗഫറ മലക്കൈനി യതീറു മഅൽ മലായിക, നിന്റെ ഭർത്താവ് മലക്കുകളുടെ കൂടെ പറന്ന് സ്വർഗത്തിൽ പോകുന്നത് ഞാൻ കണ്ടു അസുമാ, നിന്റെ ഭർത്താവ് പറന്നാ പോയത്, മലക്കുകളുടെ കൂടെ സ്വർഗത്തിലേക്ക് പറന്നു പോയ സുമാ ഞാൻ കണ്ടെന്ന് മുത്തുനബി പറയുമ്പോ സുന്നത്ത് നോമ്പിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവർ, ഏത് റജബാകട്ടെ മുഹറമാകട്ടെ, അല്ലാഹുവേ ശഅബാനിന്റെ നോമ്പാകട്ടെ, ഏത് സുന്നത്ത് നോമ്പ് കടന്നു വരുമ്പോഴും പിടിക്കുന്ന മനുഷ്യ, നോമ്പിനെ ഇഷ്ടപ്പെടുന്ന പെങ്ങളെ, മലക്കിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. മലക്ക് സ്നേഹിക്കുന്ന 6 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടവരാ. 2 നേരെ ചൊവ്വ ഒതുവെടുക്കുന്നവര്, ഒതുവോടുകൂടി നടക്കുന്നവര്. 3 ഉമ്മാനു ഭക്ഷണം വാരിക്കൊടുക്കുന്ന മക്കള്, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മക്കള്, ഉമ്മാടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന മക്കള്. 4 സുന്നത്ത് നോമ്പിനെ ഇഷ്ടപ്പെടുന്നവർ. ഇവരെ മലക്കിന് വലിയ സ്നേഹമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിർത്തുകയാ. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴിയും പറഞ്ഞ് നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ കാലാവസ്ഥ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഈ കാലാവസ്ഥ പ്രശ്നമാണ്. ജലദോഷവും തൊണ്ടയടച്ച പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ വലിയ പ്രയാസമാണ്. അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എഴുന്നേറ്റ് വന്നേ കാണട്ടെ. വാ, എഴുന്നേറ്റ് വാ. ബിസ്മില്ലാ. എല്ലാവരും വാ, ദുആ ചെയ്യാം. അടുത്തേക്ക് വാ. എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വാ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു നല്ല കാര്യം പറഞ്ഞു തരാം. ഇത് ജീവിതത്തിൽ ചെയ്താൽ സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് വാ. മൈക്ക് സെറ്റ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ഇത്തിരി സൗണ്ട് കുറച്ചോ കയറി വാ. അൽഹംദുലില്ലാഹ്. ദുആ ചെയ്യാൻ പോ പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന 37 വിദ്യാർത്ഥികൾ. അള്ളാഹു ആ മക്കൾക്ക് നാഫിയ ഇൽമു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ മക്കൾക്ക് നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാടും വീടും വിട്ട് അവരെല്ലാ സൗകര്യങ്ങളും വിട്ടിട്ട് ഈ മദ്രസയിൽ വന്ന് കിടന്നുറങ്ങുന്ന 37 മക്കളുണ്ട്. അവർ ഖുർആൻ പഠിക്കുന്നവരാണ്. അവരല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹു ആ മക്കൾക്ക് നാഫിയ ഇൽമു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ 37 മക്കളും നമ്മുടെ മക്കളല്ലേ. അവർക്ക് വേറെ വരുമാനമോ മറ്റുള്ള കാര്യമോ ഒന്നുമില്ല. ഈ മക്കളുടെ ഭക്ഷണത്തിൻ്റെ ചിലവ് തന്നെ ഒരുപാട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് ഞാനൊരു സദക്ക ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തരണമെന്ന് തോന്നിയ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് കള്ളുകുടിയൻ്റെ പൈസ വേണ്ട, പലിശക്കാരൻ്റെ പൈസ വേണ്ട, ഹറാമായി സമ്പാദിച്ച ഒരുത്തൻ